എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് ചേർത്തല 11-ാം മൈലിൽ മീശക്കാരൻ ദിലീപേട്ടൻ്റെ കടയിലാണ്. ഇത് അനൂപേട്ടൻ, നമ്മുടെ മീശക്കാരൻ ദിലീപേട്ടൻ്റെ ഇളയ മകനാണ്. എൻ്റെ പേര് സുഹൈൽ എന്നാണ്. അരൂക്കുറ്റിയിലാണ് വീട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് സ്പെഷ്യൽ ഐറ്റം? സ്പെഷ്യലായിട്ട് എന്നുള്ളതെന്ന് പറഞ്ഞാൽ നാടൻ വരാല് പൊള്ളിച്ചുണ്ട്, കാളാഞ്ചിക്കറിയുണ്ട്, സിലോപ്പ് പൊള്ളിച്ചുണ്ട്, ആവോലുവറ്റ പൊള്ളിച്ചുണ്ട്, ആകോലുവറ്റ കറിയുണ്ട്, പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ട്, കരിമീൻ ഫ്രൈ ഉണ്ട്, കരിമീൻ കുരുമുളക് പൊള്ളിച്ചുണ്ട്. കാളാഞ്ചിയുടെ 3 വെറൈറ്റി ഉണ്ട് നമുക്ക്. ഒന്ന് കാളാഞ്ചി കറി, ഒന്ന് കാളാഞ്ചി ഫ്രൈ, ഒന്ന് കാളാഞ്ചിയുടെ തലക്കറി. കാളാഞ്ചി കറി, ഒരു കാളാഞ്ചി കറി, പിന്നെ പൊടിമീൻ ഫ്രൈ ഐറ്റംസിൽ ഇന്ന് മീൻമുട്ട ഫ്രൈ ഉണ്ട്, ഇന്ന് കക്കയില്ല. ഇന്നുള്ളത് മീൻമുട്ട ഫ്രൈ ഉണ്ട്, കരിമീൻ ഫ്രൈ ഉണ്ട്, കാളാഞ്ചി ഫ്രൈ ഉണ്ട്, പൊടിമീൻ ഫ്രൈ ഉണ്ട്, ചെമ്മീൻ ഫ്രൈ ഉണ്ട്. പൊടിമീൻ ഫ്രൈ എടുത്തല്ല, പിന്നെ നാടൻ കരിമീൻ ഫ്രൈ ഉണ്ട്. കരിമീൻ ഞങ്ങളിവിടെ കരിമീൻ സുലഭമായിട്ട് കിട്ടുന്നതാണ്. ഇന്നലെയും കരിമീനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ശരി, ആയിക്കോട്ടെ. വേറെ എന്താണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന? കാളാഞ്ചിക്കറി എടുക്കുമ്പോൾ ഒരു കാളാഞ്ചിക്കറി എടുക്കാം. പിന്നെ ഫ്രൈ ആയിട്ട് മീൻമുട്ട വേണോ, പൊടിമീൻ വേണോ, ചെമ്മീൻ വേണോ? ചെമ്മീൻ ഫ്രൈ. ചെമ്മീൻ ഫ്രൈ പറയാം. കാളാഞ്ചിക്കറി ചെമ്മീൻ വന്നിട്ടുണ്ട്, ചോറ് വന്നിട്ടുണ്ട്. ഇത് നല്ല ഒന്നാന്തരം കാളാഞ്ചി കറി. ഇത് പൊടിമീനാണ്. പൊടിമീനല്ലേ? പൊടിമീൻ, ചെമ്മീൻ. അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും പറയുന്ന മീശക്കാരൻ ദിലീപേട്ടൻ. അല്ലേ? എത്ര നാളായി ചേട്ടാ ഇപ്പോൾ ഈ കച്ചവടം തുടങ്ങി? ഞാനൊരു 15 വർഷത്തിന് മറ്റേ തുടങ്ങിയിട്ട്. 15 വർഷത്തിന് മേലായി. അപ്പോഴും ഈ മീശ കൂടെ ഉണ്ടോ? മീശക്കാരനെന്ന് വെക്കാനുള്ള കാരണം അതിൻ്റെ മറ്റൊരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ ചെറിയ കട ഇപ്പോഴും കറിയൊക്കെ അതിലേ വയ്ക്കും. അപ്പോൾ ഈ ആൾക്കാർ വന്നിട്ട് ഷാപ്പാണെന്ന് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ എൻ്റെ മക്കളൊരു മീശക്കാരൻ ദിലീപേട്ടൻ്റെ കടയെന്നും പറഞ്ഞ് ഒരു ചെറിയ ബോർഡ് വെച്ച്. അല്ലെങ്കിൽ എനിക്ക് മീശ ഉണ്ട്. ഞാൻ ഈ കയറിലേക്കൊക്കെ പ്രോഗ്രാം ചെയ്യും, മാവേലിയുടെ പ്രോഗ്രാം, അങ്ങനെ സ്ഥിരം മാവേലി പോകുന്നതാണ്, കലാരംഗത്തുള്ളതാണ്. അപ്പം അത് കാരണം മീശ ഉണ്ടായിരുന്നു. എന്നാലും വ്യത്യസ്തമായിട്ട് ഇത്രയും നീട്ടി അങ്ങ് വെച്ചത് ഈ ഒരു പേര് വന്നത് കൊണ്ടാണ്. വളർത്താൻ തുടങ്ങി. അല്ല, എൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, മീശ വയലേക്കില്ലല്ലോ. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഈ മീശ വളർത്തുന്നവർ ഒരു കാരണവശാലും മീശ ഞാൻ കിഴിപ്പോട്ടാകരുത്. നമ്മൾ ക്ലാസ് വെള്ളം കുടിച്ച് ബാക്കി പിള്ളേരോ ആരെങ്കിലും ആ വെള്ളം കുടിക്കാനത് മീശ അതിൽ മുട്ടും, ഇല്ലയോ? എന്ത് കഴിച്ചാലും മുട്ടാണ്ട് കല കുടിച്ച പോലെ ഇരിക്കും. ഞാനത് കാരണം മീശ വളർത്തുന്നവരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരിക്കലും വായിലേക്ക് വരാൻ പാടില്ല, ചുണ്ട് കാണാൻ തരത്തിൽ വെട്ടുപടിയാക്കണം. അങ്ങനെ മീശ ഒരു ചെറിയ കടയായിട്ട് തുടങ്ങിയതാണ്. ഞാൻ തുടങ്ങണമെന്നൊരു 7 ഊണാ പോയി. 7 ഊണ് ആകെ ഒരു ദിവസം 40 രൂപയായിരുന്നു ചോറിൻ്റെ വില. ഇപ്പോൾ അത് 700 ആയി. ഇല്ല, അങ്ങനെയില്ല. അല്ല, അങ്ങനെയാ നമ്മൾ ഈ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്, പോലീസുകാർ, തഹസീൽദാർ, അല്ലേ? ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. ഗവൺമെന്റ് ചെയ്യുന്ന ആൾക്കാരും ഓഫീസർമാരും. അതിന് എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ എൻ്റെ പാചകമാണ്. അത് ഞാൻ എൻ്റെ അടുത്തുള്ളവരെയോ അല്ല എൻ്റെ പണിക്കാരെയോ ഒന്നും എൻ്റെ കൂട്ടം നിർത്തി പാചകം ചെയ്യാറില്ല, കാണിച്ചു കൊടുത്തിട്ടുമില്ല. മക്കളെ അവർക്കറിയാം. ഞാൻ പഠിപ്പിച്ചു. എത്ര മണിക്ക് അടുക്കള കയറും? ഞാനൊരു 10 മണിക്ക് കയറിയെന്ന 12 മണിക്ക് മുമ്പ് 11 എല്ലാ കറിയും മിക്സ് ചെയ്യും. എല്ലാം സെറ്റാണ്. അപ്പോൾ മക്കളും മരുമക്കളും തന്നെയാണ്? മരുമക്കളൊന്നുമില്ല, മരുമോൾ ഒരാൾ. മറ്റൊക്കെ എല്ലാ സ്റ്റാഫുകളാണ്, അവരൊക്കെ സ്റ്റാഫാണ്. പിന്നെ ഞാനതിനകത്ത് നോക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറിയ വളർത്തുമ്പോൾ അത് നിർത്തിപ്പോന്ന് പറയാത്ത ആൾക്കാരില്ല. അപ്പോൾ എനിക്കൊരു എൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നിനക്കൊരിക്കലും നോക്കം വരികയുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്താൽ മോനെ ഇനി ഇത്രയും വലുതായിരുന്നു. ഈ കുന്നോളം ആഗ്രഹിച്ചാലേ കടുകുളം കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു
ഒരു ചെറിയ കട തുടങ്ങിയിട്ട് ഒരു 10 രൂപ വിറ്റുള്ളൂ. പിറ്റേ ദിവസം 1 രൂപ വിറ്റുള്ളെങ്കിൽ നമ്മൾ കടന്നുകൊണ്ട് ആലോചിക്കണം എന്തുകൊണ്ടാണ് 1 രൂപ ആയത്. എന്നിട്ട് ആ പിറ്റേ ദിവസം വന്ന് ചെയ്യാം. അങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ള എൻ്റെ തെളിവാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം. എന്തായാലും ഈ സംരംഭം ഇനിയും മുന്നോട്ട് പോട്ടെ. ഒരുപാട് പ്രാർത്ഥനകൾ, ആശംസകൾ, സന്തോഷം കണ്ടതിലും. ശരി, എന്നാലും മക്കളെപ്പോലുള്ള വീഡിയോക്കാർ വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. വീഡിയോക്കാരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ നമ്മുടെ മൃണാളാണ്. മൃണാൾ വന്നതിന് ശേഷമാണ് മൃണാൾ വന്നിട്ട് എന്നെ സുരേഷ് ഗോപി വിളിച്ചിട്ടുണ്ട്, ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. സിദ്ദിഖിൽ കൊണ്ട് കാളാഞ്ചി കൊടുത്ത് അദ്ദേഹം വിളിച്ചു. അപ്പം അങ്ങനെ നമുക്ക് ഇങ്ങനെ നിങ്ങളെപ്പോലുള്ളവരുണ്ടായിട്ടാണ് ഇത്ര ഉന്നതരായത്. സമയത്ത് ഇങ്ങനെ ഒരു ബൂസ്റ്റ് ഉണ്ടായത്, ഒരു ഉന്നമനം ഉണ്ടായത്. പിന്നെ ആലപ്പുഴയിൽ നിന്ന് കുറച്ച് പിള്ളേരുണ്ട്, ആസിഫ് സാജിത്തൊക്കെ. ആ ചെറിയ കട വലിയ കടയാക്കാൻ വേണ്ടി അവരെന്നെ ഒരുപാട് കെയർ ചെയ്തു. അവരിന്നും എൻ്റെ അടുക്ക് വരാറുണ്ട്. അപ്പോൾ ആര് ബ്ലോറന്മാർ വന്നാലും ഞാൻ മൃണാളിൻ്റെ പേരും അവരുടെ പേരും കരളിൻ്റെ പേരും പറയും. എൻ്റെ പേരും പറഞ്ഞു, സുഹൈൽ എന്ന് പറഞ്ഞു. സുഹൈൽ.